മിഗാൽ സ്റ്റാറുടെ ഭാവി ഏതാണ്ടൊക്കെ തീരുമാനമായി എന്ന് തന്നെ പറയണം. അതായത് അടുത്ത് വരാൻ പോകുന്ന 2 മത്സരങ്ങൾ, അത് വമ്പൻ മത്സരങ്ങളാണ്, വിജയിക്കാൻ ഭയങ്കര ടഫായിട്ടുള്ള മത്സരങ്ങളാണ്. FC ഗോവ അതുപോലെ തന്നെ ചെന്നൈയിൻ FC മത്സരം. ഈ ഒരു മത്സരങ്ങൾ വിജയിച്ചില്ലെങ്കിൽ മിക്കവാറും മിഗാൽ സ്റ്റാറയ്ക്ക് പടിയിറങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ ഈ ഒരു കാര്യം നമ്മുടെ CEO അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചില്ല, അദ്ദേഹം ഒരു എക്സാനിൽ ഒരു ട്വീറ്റ് കണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് ഡസ്റ്റ്ബിന്നിലിടാനുള്ള സംഭവമാണെന്ന്. അതായത് അടുത്ത 4 മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലവണ്ണം പെർഫോം ചെയ്തില്ലെങ്കിൽ മിഗാൽ സ്റ്റാറെ സാക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം ഡസ്റ്റ്ബിന്നിൽ ഇടാനുള്ളൊരു സംഭവമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്കറിയാം ഫാൻസ് സ്റ്റേഡിയത്തിലേക്ക് വരുന്നില്ല. ഇപ്പോൾ തന്നെ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി, ടിക്കറ്റ്സിൽ നോക്കി ഞാൻ മഞ്ഞപ്പൂടകൾ മാത്രമേ അവിടെ ഉള്ളൂ. അവന്മാർ മാത്രം പോയിരുന്ന് കാണും, കാരണം അവന്മാർക്ക് ഇതിൻ്റെ പിന്നിൽ കുറേ കളിയുണ്ട്. സോ അവന്മാരവിടെ പോയിരുന്ന് കാണും. പിന്നെ ജയിച്ച് കഴിഞ്ഞാൽ അവന്മാർ പറയും എന്തുവാ ഞങ്ങൾ എന്താ പറയുക കട്ടിക്ക് സപ്പോർട്ട് ചെയ്തു, എല്ലാവരും വിട്ടപ്പോഴും ഞങ്ങൾ മാത്രം കൂടെയുണ്ട് എന്ന് പറയാനുള്ള സംഭവമാണ് അവന്മാരുടെ. അത് അവന്മാരെന്തും ചെയ്യട്ടെ, കാരണം നമുക്കൊന്നും പറയില്ല, കാരണം പ്രതികരിച്ചാലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഇവന്മാർക്ക് ഇതിൽ നിന്ന് പല ലാഭമുണ്ട്, നമുക്കൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതികരിക്കും, അത് മറ്റേ കാര്യമൊന്നും. ഇപ്പോൾ ഷൈജു ദാമോദരനും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മിഗാൽ സ്റ്റാറ മാത്രമല്ല, അഡ്രിയാൻ ലുണയുടെ ഭാവിയും എന്താ പറയുക സംശയത്തിൽ തന്നെയാണ്. സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അറ്റ് ദ ബെസ്റ്റ് ലെവലിലേക്ക് വന്നിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു അഡ്രിയാൻ ലുണ എന്തായാലും ഈ ഒരു സീസൺ ഫുള്ള് കളിക്കും, അതൊരു വേറെ കാര്യം. ബട്ട് മിഗാൽ സ്റ്റാറയുടെ കാര്യം അറിയില്ല. എന്തായാലും അഡ്രിയാൻ ലുണ, മിഗാൽ സ്റ്റാറെ ഇവരുടെ ആ ഒരു പെർഫോമൻസ്, അതായത് മിഗാൽ സ്റ്റാറയ്ക്ക് വിജയ ട്രാക്കിൽ വന്നേ മതിയാകുള്ളൂ. എത്ര നല്ല രീതിയിൽ കളിച്ചെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, വിജയ ട്രാക്കിൽ വന്നേ മതിയാകുള്ളൂ. അതുപോലെ തന്നെ അഡ്രിയാൻ ലുണയുടെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബെസ്റ്റ് രീതി കളിക്കണം. അദ്ദേഹം 2021 അങ്ങനെയാണോ കളിച്ച ആ ഒരു രീതിയിൽ തന്നെ കളിക്കണം, എന്നാൽ മാത്രമേ ക്ലബിന് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത കാണുന്നത് ഗുഡ് ബൈ.